ആശിച്ചു മോഹിച്ചു പണിയുന്ന വീടിന് ഒരു പോറലേറ്റാലോ പെയിന്റൊന്ന് ഇളകിയാലോ ചെളിയൊന്നു പറ്റിയാലോ സഹിക്കാൻ പറ്റില്ല നമുക്ക്. അതുപോലെ മോഹിച്ചു പണിത വീടായിരുന്നു നടൻ പ്രശാന്തിൻ്റെയും. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ 8 വർഷം മുമ്പാണ് അതിമനോഹരമായ ഈ ഒറ്റനില വീട് പ്രശാന്തും ഭാര്യയും പണിതെടുത്തത്. വിശാലമായ മുറ്റവും പൂന്തോട്ടവുമെല്ലാം ഒരുക്കിവച്ച വീട്ടിൽ താമസിക്കും മുന്നേ തന്നെ ആദ്യത്തെ വെള്ളപ്പൊക്കം അതിഥിയായി എത്തിയിരുന്നു. 2018 വെള്ളപ്പൊക്കത്തിൽ വീട് മുങ്ങുമ്പോൾ അതിൻ്റെ പണി നടക്കുകയായിരുന്നു. തുടർന്ന് ഇറക്കി വച്ചിരുന്ന സാധനങ്ങളെല്ലാം കളഞ്ഞ് വീണ്ടും വീടുപണി ഒന്നിൽ നിന്ന് തുടങ്ങി. ഇപ്പോഴിതാ വീണ്ടും അത് സംഭവിച്ചു. 8 വർഷങ്ങൾക്കുള്ളിൽ 3 മഹാപ്രളയങ്ങളാണ് പ്രശാന്തിൻ്റെയും ഭാര്യയുടെയും സ്വപ്ന വീടിനെ തകർത്തെറിഞ്ഞത്. ഇതോടെ ആ സ്വപ്നം ഉപേക്ഷിച്ച് പോവേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്. നിലവിൽ പ്രശാന്തും ഭാര്യ ഷീബയും 2 മക്കളും തിരുവല്ലയിലെ ഒരു ഫ്ളാറ്റിൻ്റെ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ സുരക്ഷിതരാണെങ്കിലും വീടിന് സംഭവിച്ച നാശനഷ്ടങ്ങളും വീട് കിടക്കുന്ന കോലവും ചങ്കുലയ്ക്കുന്നതാണ്. ഓരോ മൺസൂൺ കാലം എത്തുമ്പോഴും ആവർത്തിക്കുന്ന ഈ പ്രളയ ദുരന്തം താങ്ങാനാകാതെയാണ് പ്രശാന്തും കുടുംബവും സ്വന്തം വീട് വിട്ടിറങ്ങിയത്. 2018 മഹാപ്രളയത്തിലാണ് കുടുംബത്തിന് ആദ്യമായി ഈ കണ്ണീർ കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നത്. അന്ന് 2 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് വീടിനുണ്ടായത്. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം മുണ്ടക്കയത്തുണ്ടായ പെട്ടെന്നുള്ള പ്രളയവും പ്രദേശത്തെ പാലത്തിന് സമീപം എക്കൽ അടിഞ്ഞുകൂടിയതും വെള്ളക്കെട്ടിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. അന്ന് വീടിന്റെ അകം പൂർണ്ണമായും നശിച്ചിരുന്നു. ഇപ്പോൾ 2026 പ്രളയജലം വീണ്ടും വീടിനെ വിഴുങ്ങിയിരിക്കുകയാണ്. 2018 വീട് പണിയുമ്പോൾ ഈ പ്രദേശം ഒട്ടും പ്രളയ സാധ്യതയുള്ള ഇടമായിരുന്നില്ല. വീട് പണിത ശേഷമാണ് 2018 മഹാപ്രളയം വരുന്നത്. അതിനുശേഷവും അത് എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമാണെന്നാണ് ഇവർ കരുതിയത്. എന്നാൽ അത് തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ശരിക്കും കുടുംബത്തിന്റെ ഹൃദയം തകർക്കുന്നത് എന്ന് പ്രശാന്ത് വേദനയോടെ പറയുന്നു. ആറ്റുനോറ്റ് ഞങ്ങൾ പണിത വീടാണ്. 2018 നവംബറിൽ ഞങ്ങൾ താമസിക്കുന്നതിന് മുൻപ് ആഗസ്റ്റിൽ പ്രളയം കയറി താമസിച്ചു. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ്. ആദ്യമൊക്കെ ചങ്ക് പൊട്ടിയാണ് ഇതിനെ കാണുന്നതെങ്കിൽ ഇപ്പോൾ അതിനെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിലൊക്കെ മാറ്റം വന്നു എന്ന് തിരുവല്ല കോളേജിൽ അധ്യാപികയും മുമ്പ് അവതാരകയും ഒക്കെ ആയിരുന്ന ഭാര്യ ഷീബയും പറയുന്നു. ഷീബയുടെ ആഗ്രഹമെന്നോണമാണ് ഈ വീട് ഇവർ പണി കഴിപ്പിച്ചത്. വിവാഹശേഷം 10 വർഷത്തോളം മല്ലപ്പള്ളിയിലെ കുടുംബ വീട്ടിലായിരുന്നു പ്രശാന്തും ഷീബയും മക്കളും താമസിച്ചിരുന്നത്. ചെറുപ്പം മുതൽ വീടുമാറ്റം സ്ഥിരമായിരുന്നതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു വീട് വേണം എന്ന വലിയ ആഗ്രഹമൊന്നും പ്രശാന്തിനുണ്ടായിരുന്നില്ല. എന്നാൽ 5 വർഷത്തോളം പഠിച്ചാണ് ഷീബ വീടിൻ്റെ പ്ലാൻ വരച്ചതും വീടെന്ന സ്വപ്നം പൂർത്തീകരിച്ചതുമെല്ലാം. കണ്ടംപററി സ്റ്റൈലിൽ ഒരുക്കിയ ഈ വീട് കാണാനെത്തിയവർക്കെല്ലാം ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.